തുടക്കത്തിലെ ശത്രുവിന്റെ കയ്യിലല്ലേ എന്ന് പെട്ടത്. അത് ഇവിടെ ആവശ്യമുള്ളപ്പോൾ എന്തിന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നു? കേന്ദ്ര ഗവൺമെന്റ് ബസ് കൊടുത്ത് സിറ്റിയിൽ ഓടാനാണല്ലോ. അപ്പൊ അത് പരിശോധിക്കും. സിറ്റിയില് നമ്മുടെ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രിക് ബസ് കട്ടപ്പന ഓടി ഇടുക്കിയിലെ കോഴിയേറ്റ് വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. KSRTCയിലെ ലാഭം നഷ്ടം നോക്കേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്തമാണ്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ബിസിനസ് ഈസ് ബിസിനസ്, അണ്ടർസ്റ്റാൻഡ്? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല. വി രാജേഷിന്റെ വാക്കുകളിൽ വാലിഡായ ഒരു പോയിന്റ് ഉണ്ട്. നഗരസഭയ്ക്ക് ലഭിച്ചതാണ്. നഗരസഭ അറിയാതെ അത് നഗരത്തിന് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഒക്കത്തില്ല. അയ്യോ, എനിക്ക് വിഷമില്ല, എന്റെ വീട്ടിൽ വെച്ചാൽ മതി. എടാ, നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിനക്ക്. ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ട. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. എന്ത് പണ്ടാറോണവൻ, ഒരുമാതിരി ജാടയും ചെന്ന വഴിക്ക് ഒരു പഞ്ച് ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. ഏതൊക്കെ നമ്പറിലുള്ള എത്ര ബസ്സുകളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്, ഓരോ ബസ് എത്ര കിലോമീറ്റർ ഓടി, ഇപ്പൊ അതിന്റെ പൊസിഷൻ എന്താണ്, എഞ്ചിനീയർ സെക്ഷനിൽ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അയ്യോ ശ്രീധരേട്ടൻ എന്താണ് ഈ പറയണത്? നമ്മൾ തമ്മിൽ എഴുതി ഒപ്പിട്ട ഒരു ഉടമ്പടിയില്ലേ, അതിനകത്ത് ഈ വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചുകൂടെ സാമിയണ്ണ? കോർപ്പറേഷൻ കേന്ദ്ര സർക്കാരും മാത്രമല്ല, അതിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട്. അതുകൊണ്ട് തന്നെ നഗരത്തിന് പുറത്തേക്ക് ഈ വാഹനം ഓടിക്കുന്നു പറയുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് അല്ല, നെടുമങ്ങാട് നിന്നും വർക്കലയിൽ നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും സിറ്റിയിലേക്ക് ആളുകൾ എത്താനുള്ള ഒരു സൗകര്യമല്ലേ. എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത്? സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം മച്ചി, പക്ഷെ പ്രവർത്തിയോടെ അടുക്കുമ്പോഴേക്കും ധൈര്യം ഒക്കെ ചോർന്നു. പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ 113 കിലോമീറ്റർ വണ്ടികളിൽ 3-4 കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത്. ചേടാ, ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത ഒരു വൈസ് പ്രസിഡന്റും ഒരു പ്രസിഡന്റും. CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ, 24 hours വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവർ ഞങ്ങളതാണ്, കണ്ടക്ടർ ഞങ്ങളതാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളതാണ്, എല്ലാം ഞങ്ങളതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. ഇങ്ങനെ തുടർന്നാൽ അവൻ ബാറ് നടത്തിയ കോടികൾ ഉണ്ടാക്കുകയും ചെയ്യും. 3 മാസത്തിനകം നമ്മൾ ഹോട്ടൽ കൂട്ടുകയും ചെയ്യും. ഇയാൾ ഇത്രയും വലിയ പുലിവാലായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഭയങ്കര റഫാണ്, ഇവർക്കൊക്കെ അറിയാം, ഇവരോട് ചോദിച്ചാൽ മതി. മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചാൽ ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. അത് കഴിഞ്ഞിരിക്കട്ടെ, വെച്ചോ. കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി മാറ്റണം. ഇപ്പൊ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. എല്ലാം മനസ്സിലായി. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ കിടക്കുള്ളൂ. ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ലാൻഡ് ഉണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100-1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷെ സാറ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അവസാനം വരെ. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്.